വീട്ടിലെ കുടിവെള്ള ടാങ്കിൽ വിഷം കലക്കിയെന്ന് പരാതി. കോട്ടയം ചങ്ങനാശ്ശേരിക്ക് സമീപം കോമങ്കേരിച്ചിറയിലാണ് ഈ സംഭവം ഉണ്ടായത്. കോമങ്കേരിച്ചിറ സ്വദേശി രമണന്റെ വീട്ടിലെ കുടിവെള്ള ടാങ്കിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ വിഷം കലക്കിയത്. എന്താണെങ്കിലും കുടുംബം ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടമാണ് ഒഴിവായത്. എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? പിന്നെ ഞാൻ രാത്രി 11 മണിയായപ്പം വെള്ളം ഞങ്ങളെടുത്ത്. പിന്നെ ഇന്നലെ രാവിലെ എഴുന്നേറ്റ് കാപ്പി എടുത്താൽ ഞാൻ വെള്ളം എടുക്കാൻ ചെന്നപ്പം അതിനകത്ത് ഭയങ്കര സ്മെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് നോക്കിയാൽ ഭയങ്കര സ്മെല്ലടിക്കുന്നതെന്ന് പറഞ്ഞു. പുള്ളി ഉടനെ ഇറങ്ങി വന്ന് നോക്കി, എടി ഇത് പെട്രോളാന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്രോളാന്ന് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു വിഷം എന്തോ അങ്ങനെ പറയുമ്പോൾ പുള്ളി ഇറങ്ങി വന്നെല്ലാം നോക്കി കണ്ടുപിടിച്ചാൽ ഞങ്ങൾ 5 പേരുണ്ട് വീട്ടിൽ. പിന്നെ അയൽവക്കത്തുള്ളവരൊക്കെ വന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന ടാങ്കിൻ്റെ അത് ഇത്രയും പേർക്കും ഭയങ്കര ഒരു അപകടം ഉണ്ടാകേണ്ട ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഇത് ആരാ ഇത് ചെയ്തെന്നുള്ളത് ഞങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ച് തന്നേ പറ്റത്തുള്ളൂ. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസുകാർ വന്ന് അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞ് വെള്ളം കമത്തി കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് പോയി. കുപ്പിക്കകത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞ് കുപ്പിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ടാങ്കിൽ വെള്ളം അവിടെ ശേഖരിച്ചിട്ടിട്ടുണ്ട്. എന്താണ് സംശയമുണ്ടോ? ആരും സംശയമില്ല. ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, സംശയമൊന്നുമില്ല. പിന്നെ ഇത് ആരായത് ചെയ്തെന്നുള്ളത് ഞങ്ങൾക്ക് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത് എന്ത് വിഷമാണ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? വിഷം നമ്മുടെ ഈ പോയിസൺ ഈ നെല്ലിനൊക്കെ അടിക്കുന്നത് തന്നെയാണ്. മണം അടിച്ചിട്ട് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഏത് എന്ന് അറിയില്ല. പക്ഷേ അപകടം ഉണ്ടാകുന്ന പോയിസണാണ് എന്തായാലും. അത് കുടിച്ചു കഴിഞ്ഞാലേ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ രാവിലെ കണ്ടതുകൊണ്ട് അപകടം ഒഴിവായി. നമ്മുടെ മാത്രമല്ല, ഈ 3-4 വീട്ടുകാരും ഉണ്ട് ഇവിടെ, അവരുടെ രക്ഷപ്പെട്ടു. ഈ മറ്റുള്ള 3-4 കുടുംബങ്ങളും ഇതേ ടാങ്കിൽ തന്നെ വെള്ളം എടുക്കുന്ന അവർക്ക് വെള്ളമില്ലാതെ വരുമ്പോൾ എടുക്കുന്നതാണ്. അപ്പോൾ അവരും ഇതറിയത്തില്ല. ആ കുടുംബങ്ങളും മരണപ്പെടാൻ സാധ്യതയുണ്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതെന്ത് പോയിസണാണെന്നുള്ളത് അറിയുകയും പിന്നെ ഇത് ചെയ്തത് ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് തരണം. നിങ്ങളൊക്കെ ഇവിടുന്ന് വെള്ളം എടുക്കുന്ന ആൾക്കാർ? ഞങ്ങൾ വെള്ളം എടുക്കുന്ന ആഴ്ച ഒരു ദിവസം ഞങ്ങൾക്ക് പൈപ്പിൽ വെള്ളം വരാറുള്ളൂ. വലിയ പാത്രങ്ങളൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞാണ് ഞാനിവിടെ വന്ന് വെള്ളം എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ മിക്കവാറും ഇവിടെ എടുക്കാറുണ്ട് വെള്ളം. തിരിച്ചറിഞ്ഞില്ലേ വലിയൊരു അപകടത്തിൽ പോയേനെ. ഇവിടുത്തെ മരുമോളായി ഇത് കൈകാര്യം ചെയ്തെങ്കിൽ ഇവരുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഈ അപകടം തന്നെ ഉണ്ടായേനെ. ആ കൊച്ചിനാണെങ്കിൽ ഒരു മൂക്കിന് വയ്യാത്ത അതിന് ശ്വാസത്തിൻ്റെ ഇതുണ്ട്, പറ്റത്തില്ല. സ്മെല്ലറിയാൻ പറ്റാത്തതുകൊണ്ട് ആ കൊച്ച അത് എടുക്കുന്നെങ്കിൽ ഞങ്ങളൊക്കെ കയറി വന്നാലും അത് ഞങ്ങൾക്ക് 1 ഗ്ലാസ് ചായ തരുന്നതാണ്. രാവിലെ എപ്പോഴാണെങ്കിലും ആരെങ്കിലും വന്ന് ഒരു നേരമെങ്കിലും ഒരാളെങ്കിലും ഇവിടുന്ന് വെള്ളം കുടിക്കാതെ പോകത്തില്ല. എന്താണെങ്കിലും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത്. ഒരു കുടുംബം എന്ന് പറയാൻ പറ്റില്ല, കാരണം കോമങ്കേരിച്ചിറ സ്വദേശിയായിട്ടുള്ള രമണൻ്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ വീടിന് സമീപത്തുള്ള മറ്റ് 3-4 കുടുംബങ്ങളും ചില സമയത്ത് ഇവിടെ നിന്ന് വെള്ളം എടുക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ തന്നെ ഒരു കൊച്ചു കുട്ടി ഉള്ളതാണ്. ഇന്നലെ ഈ കുടുംബം ഇത് തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വലിയൊരു അപകടത്തിലേക്ക് തന്നെ അത് പോകുമായിരുന്നു. എന്താണെങ്കിലും ഈ സംഭവം ഈ കുടുംബം തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ചങ്ങനാശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള വിഷമാണ് ഈ ടാങ്കിൽ കലക്കിയത് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്രീയമായ പരിശോധന നടത്താനാണ് ഈ കുടുംബത്തിൻ്റെ തീരുമാനം. എന്താണെങ്കിലും ഇത് ചെയ്ത ആളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നാണ് ഈ നാട്ടുകാർക്ക് തന്നെ ആവശ്യപ്പെടാനുള്ളത്. ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.